കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 31-ാമത്തെ മെസ്സേജിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വായിക്കുന്നത്. സാത്താൻ ഒരു നുണയനാണ്. സാത്താനും അവൻ്റെ അനുയായികൾ എല്ലാവരും നുണ പറയുന്നു. അവൻ നുണ പറയുന്നതിൻ്റെ കാരണം അവൻ നുണയനാണെന്നത് തന്നെയാണ്. അതവൻ്റെ സ്വഭാവമാണ്. എന്നാൽ സാത്താൻ പറയുന്നത് എല്ലാം നുണയല്ല. അവന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കാനും കഴിയും. അതുവഴി അവൻ ദൈവത്തിൻ്റെ സത്യത്തെ വ്യാജവുമായി കൂട്ടിക്കലർത്തുന്നു. സാത്താൻ പ്രകാശത്തിൻ്റെ ദൂതനായി വേഷം കെട്ടുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് ബൈബിൾ പറയുന്നത് അതുകൊണ്ടാണ്. ആരും ദൈവത്തിൽ വിശ്വസിക്കരുതെന്നാണ് സാത്താൻ്റെ ആഗ്രഹം. താനാണ് മനുഷ്യരുടെ ഏറ്റവും നല്ല കൂട്ടുകാരനെന്നും അവർക്ക് തന്നെ ആശ്രയിക്കാമെന്നും എല്ലാവരും വിശ്വസിക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം. ദൈവം ഒരു നുണയനാണെന്നും സത്യം പറഞ്ഞു തരാൻ കഴിയുന്നത് തനിക്ക് മാത്രമാണെന്നും എല്ലാവരെയും കൊണ്ട് വിശ്വസിപ്പിക്കാനും അവൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ നിങ്ങളെ കബളിപ്പിക്കാനായി ചില സത്യങ്ങൾ അവൻ പറയും. വിശുദ്ധരെ അടിച്ചമർത്തി പീഡിപ്പിക്കുന്നവനാണ് സാത്താൻ. ദൈവത്തിൻ്റെ വചനത്തെ മാത്രമല്ല അവിടുത്തെ ജനത്തെ നശിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ മനുഷ്യരെ കപടനാട്യക്കാരാകാൻ പ്രലോഭിപ്പിക്കും. സ്വയം പ്രതിരോധത്തിൻ്റെ ഒരു മനോഭാവം മനുഷ്യരെ വളർത്തിയെടുത്തുകൊണ്ട് അവർക്ക് ദൈവത്തിലുള്ള ആശ്രയത്വത്തെ അവൻ ദുർബലമാക്കും. മനുഷ്യൻ്റെ അഭിലാഷങ്ങളെ അവനെക്കൊണ്ട് ദൈവത്തെ ധിക്കരിപ്പിക്കാനുള്ള ഉപകരണമായി സാത്താൻ ഉപയോഗിക്കും. മനുഷ്യരെ അടിച്ചമർത്തി ദുരിതത്തിലാഴ്ത്തുന്നതിന് അവൻ കാരണമാകും. സുവിശേഷത്തെ എതിർത്തു നിൽക്കാനായി അവൻ ഇറങ്ങിത്തിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയാണ് അവൻ്റെ തന്ത്രങ്ങൾ. അവൻ എപ്പോഴും പ്രവർത്തനനിരതനും അതേസമയം വളരെയധികം സൂത്രശാലിയും ബുദ്ധിമാനും അറിവുള്ളവനും സൂക്ഷ്മബുദ്ധിയുമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിരന്തരം ആവർത്തിച്ചുകൊണ്ട് എന്നെ വ്രണപ്പെടുത്തുന്ന നിങ്ങളുടെ ഗൗരവമേറിയ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നുമാറുക തന്നെ വേണം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു കയറാൻ സാത്താനെ നിങ്ങൾ അനുവദിച്ചു എന്ന് സമ്മതിക്കുക. അതുകൊണ്ട് അവനെ തിരസ്കരിക്കുകയും എൻ്റെ അടുത്തേക്ക് വന്ന് എന്നോട് ഐക്യപ്പെടുകയും ചെയ്യുക. ഞാൻ നിങ്ങളെ ഒരിക്കലും തിരസ്കരിക്കില്ല. അതുകൊണ്ട് എൻ്റെ ജനമേ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഉദ്യമങ്ങളിലും ഭയലേശമന്യേ ലോകവസ്തുക്കളോട് വിരക്തി പാലിക്കണം.